കൃത്യമായിട്ട് ഇന്ത്യ എന്താണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ശശി തരൂരാണ്. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ടൈപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ആണ് ഇന്ത്യക്ക് വേണ്ടത്, വെദർ ഇറ്റ് ഈസ് ഇൻ BJP അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ. അപ്പോൾ കോൺഗ്രസ്സിന് ഇങ്ങനത്തെ ഏറ്റവും നല്ല ആൾക്കാരെ കിട്ടുമ്പോൾ അത് ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു ഇതില്ല, കാലിബറില്ല. ഇപ്പം അത് തന്നെ ശശി തരൂർ ചിന്തിക്കും, എനിക്ക് കഴിവുകൊണ്ട് എന്നെ ഉയർത്തുന്നില്ലെന്ന ചിന്താഗതി ആയിരിക്കുമോ ഇത്തരം മറ്റൊരു പാളയത്തിലേക്കുള്ള വഴിയായി കാണുന്നത്? പക്ഷെ അദ്ദേഹം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ അങ്ങനെ പാളയത്തിലേക്ക് പോകില്ല. അന്ന് അദ്ദേഹത്തിന് എത്രയോ ഇൻസൾട്ട് അവിടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു 10 വർഷത്തെ കരിയറിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ് ആൾക്കാർ പുള്ളിയെ നന്നായിട്ട് രീതിയിൽ ഒറ്റപ്പെടുത്തി എത്രത്തോളം രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്കറിയാമല്ലേ. എനിക്കൊക്കെ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. മറ്റേ ഖാർഗെക്ക് പകരം എന്തോരം കളികൾ നടന്നിട്ടാണ് പുള്ളി വരരുത് എന്നുള്ളൊരു അജണ്ട വെച്ചിട്ടായിരുന്നു അന്നത്തെ കുറേ കളികൾ. അപ്പോൾ പുള്ളിനെ അങ്ങനെ ആയിരുന്നു ആ ഒരു സമയത്ത് പോലും അത്രയും ഇൻസൾട്ടഡ് ആയിരുന്നു. ബിക്കോസ് ഇങ്ങനൊരു വ്യക്തിനെ എന്തുകൊണ്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു മത്സരത്തിൻ്റെ പോലും ഒരു ആവശ്യമുണ്ടോ തോന്നുന്നുണ്ടോ ശ്രീജിത്തിന്? ഇല്ല. അപ്പോൾ ഞാനൊക്കെ ആലോചിച്ചു അതൊരു ഫേസ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മുടെ ഗാന്ധിജി ഒരു ആളെ നിർത്തുന്നു ഓപ്പോസിറ്റ് സൈഡ്, ആ രീതിയിലുള്ളൊരിത് നമ്മൾ പിന്നീട് കാണുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതൊക്കെ കാണിക്കുന്നത് അല്ല, പലരും സൂചിപ്പിക്കുന്നത് നെഹ്റു കുടുംബവുമായുള്ള തർക്കം കൊണ്ടാണ് ശശി തരൂരിനെ പൂർണ്ണമായി തന്നെ ഒതുക്കുന്നതെന്നൊരു സംസാരമുണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.